ദൈവമായ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അതിലുപരി ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മുടെ ജീവിതത്തിന് ഭാരം, കടഭാരം, ദുഃഖഭാരം, സങ്കടഭാരം, മനസ്സിന്റെ ഭാരം എല്ലാം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ യുദ്ധം ലോകത്തോടോ, രോഗത്തോടോ, കടബാധ്യതയോടോ അല്ലെങ്കിൽ കുടുംബത്തോടോ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരോടല്ല. നമ്മുടെ ചുറ്റും തിരമാലകളായിരിക്കാം. പക്ഷെ ഈ തിരമാലകൾക്കപ്പുറം ഒരു കാറ്റ് ഉള്ള ഒരു കാര്യം നമ്മൾ ആരും മറക്കരുത്. ഒരുപക്ഷെ നമ്മളെ മുക്കിക്കളയാൻ പറ്റുന്ന രീതിയിൽ തിരമാലകള് നമുക്ക് ചുറ്റും കടന്നു വരുമ്പോഴും നമ്മെ കാക്കുന്നവൻ, നമ്മെ പരിപാലിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തില് 15-ാം അധ്യായത്തില് 2-ാം തിരുവചനം മോശ പറയുന്നൊരു കാര്യമുണ്ട്. കർത്താവിന്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായിട്ട് ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എന്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എന്റെ പിതാവിന്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. ഒത്തിരി മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോയതാണ് മോശ. പക്ഷെ ദൈവമാണ് നട്ടത്, ദൈവമാണ് വളർത്തിയത്, ദൈവമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വലിയൊരു പരിപൂർണ വിശ്വാസം ഏത് പ്രതിസന്ധിയുടെ നിഴലിലും കടന്നു പോകുമ്പോഴും മോശ കൈകളുയർത്തി, കണ്ണുകളുയർത്തി, ദൈവസന്നിധിയിൽ മനസ്സുയർത്തി, ഹൃദയമുയർത്തി. ഇതുപോലെ ജീവിതമാകുന്ന കൊടുങ്കാറ്റ് അല്ലെങ്കിൽ തിരമാല, മരുഭൂമി അനുഭവം, അത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. മാറിയ മധുരമാക്കിയ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പുറപ്പാടിന്റെ പുസ്തകം 15:26 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുളിച്ചു, നീ നിന്റെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും ചെയ്താല്, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താല്, ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിൽ ഒന്നും നിന്റെ മേൽ വരുത്തുകയില്ല. കാരണം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ സ്വരം നമ്മൾ ശ്രവിക്കുക, അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുക, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക, അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കുക. ദൈവമക്കളെ, കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ദുർഘടമായിരിക്കാം, പക്ഷെ ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവിടുന്ന് നമ്മുടെ വീരയോദ്ധാവാണ്. യോദ്ധാവായ ദൈവം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ഏതൊക്കെ കാറ്റുകള്, ഏതൊക്കെ കടലുകള് അല്ലെങ്കിൽ ഏതെല്ലാം തിരമാലകള് നമുക്ക് മുമ്പിൽ ആഞ്ഞടിച്ചാലും ദൈവമായ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ എല്ലാ അവസ്ഥകളും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഇന്നത്തെ ദിവസം അനുഗ്രഹമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥം, തൃത്വ കൂട്ടായ്മയുടെ സംരക്ഷണം, തിരുക്കുടുംബത്തിന്റെ വലിയ സംരക്ഷണം, വചനത്തിന്റെ സംരക്ഷണം കോട്ട കിട്ടി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം ഓരോരുത്തർക്കും.